ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതിൻ്റെ ഈ ഷോർട്സിന് കുറേ കമൻസും നല്ല രീതിയിൽ വ്യൂസും ഒക്കെ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഒരു 3 days മുന്നേ വരെ ഇതിൻ്റെ യൂസേജ് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് കുറേ കമൻസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാത്തിനായിട്ടുള്ള ഒരു ആൻസറായിട്ട് ഞാൻ ഈ വീഡിയോ വന്നിട്ടുള്ളത്. ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാം, ഞാൻ ബ്രസ്റ്റ് പമ്പൊക്കെ റാക്കിന് മുകളിൽ വെച്ചിട്ട് ഒന്നും യൂസേജ് ഇല്ല. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് അത് ഒഴിവാക്കിയിട്ട് കുറേ ആയി. ഇപ്പോൾ മോനിക്ക് 1 year ആയി. എൻ്റെ കോളേജ് പീരീഡിലാണ് ഞാൻ ഈ ബ്രസ്റ്റ് പമ്പ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു 1 to 6 month വരെ ബ്രസ്റ്റ് പമ്പ് തന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ആഫ്റ്റർ 6 month ഫോർമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ആസ് എ കോളേജ് ഗോയിങ് മദർ ഇസ് വെരി യൂസ്ഫുൾ. ഡെഫിനറ്റ്ലി കുറേ കമൻസ് ഉണ്ട്, ഡോണ്ട് വേസ്റ്റ് യുവർ മണി. പിന്നെ ഹിന്ദിയിലൊക്കെ അച്ഛാൻ ഹി ഹേ അങ്ങനെയൊക്കെ ഉണ്ട്. ബട്ട് ട്രസ്റ്റ് മീ, നിങ്ങൾ വർക്കിംഗ് മദർ ആണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവും. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് കോളേജ് ടൈം പറഞ്ഞാൽ 9:30 to 3:30 വരെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തായാലും ഡയറക്റ്റ് ബ്രസ്റ്റ് ഫീഡിങ് പോസിബിളേ അല്ല. അപ്പോൾ എൻ്റെ 4th സെമ്മിലാണ് ഡെലിവറി. പിന്നെ 5th ഉം 6th ഉം മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ ബ്രേക്ക് എടുത്താൽ പിന്നെ കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ ഡൗട്ടാണ്. അപ്പോൾ ഞാൻ കണ്ട ഓപ്ഷന് ബ്രസ്റ്റ് പമ്പ് മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ ഈ പീരീഡ് നല്ല സ്ട്രഗ്ലിംഗ് ആണ്, കാരണം പഠിക്കും വേണം, പിന്നെ ഇടയിൽ ബ്രസ്റ്റ് പമ്പും കുട്ടി കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ കോളേജിൽ തലേ ദിവസം ഒരു നൈറ്റ് അധികം 3 മണി 4 മണി ആ ടൈമിലൊക്കെ, കാരണം ആ ടൈമിലൊക്കെ ബേബി ഉണർന്ന ടൈമാണ്. അപ്പോൾ നമുക്ക് തന്നെ ഉറക്കമുണ്ടാവില്ല. അപ്പോൾ ഞാൻ ആ ടൈമിൽ എണീറ്റ് പമ്പ് ചെയ്യും. എന്നിട്ട് പമ്പ് ചെയ്തിട്ട് ഒരു സ്റ്റീലിൻ്റെ തൂക്കാപാത്രം അങ്ങനത്തെ സ്റ്റീലിൻ്റെ നല്ല അടച്ചുറപ്പുള്ള ഒരു ടിന്നിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കും. അപ്പോൾ ഫ്രിഡ്ജിലാവുമ്പോൾ ഒരു 4 days വരെ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ അതിൻ്റെ ആവശ്യം വരില്ല. ഞാൻ എന്നും ഫ്രഷ് ആയിട്ടാണ് പമ്പ് ചെയ്ത് വെക്കൽ. പിന്നെ റൂം ടെമ്പറേച്ചറിൽ ഒരു 4 hour വരെ യൂസ് ചെയ്യാം. പക്ഷേ പുറത്ത് വെച്ച പാല് വീണ്ടും റീയൂസ് ചെയ്യാൻ പാടില്ല. ആകെ ഒരു വട്ടം കൊടുക്കുക. പിന്നെ കൊടുക്കുമ്പോൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള പാലെടുക്കുക, അത് കൊടുക്കുക. അങ്ങനെ വേണം ചെയ്യേണ്ടത്. പിന്നെ ഫീഡിങ് ബോട്ടിൽ ഏറ്റവും ബെസ്റ്റ് സ്റ്റീലിൻ്റെയാണ്. കമൻറ്റ് കണ്ടിരുന്നു, റബ്ബറാണ്. അപ്പോൾ ബേബിക്ക് അത് ഓക്കെ അല്ല എന്നൊക്കെ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും തന്നെ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒന്നാണ് സ്റ്റീൽ ബോട്ടിൽ. പിന്നെ കുട്ടിക്ക് പാല് കൊടുക്കണ തൊട്ട് മുന്നേ ഒന്ന് തണുപ്പ് വിട്ട ശേഷം കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ പല അമ്മമാർക്കും ഉള്ളൊരു ആശങ്കയാണ് ഇതുകൊണ്ട് കുട്ടികൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടാവുമോ എന്നത്. പക്ഷേ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ഇതുവരെ മോനിക്ക് വെയിറ്റൊക്കെ ബാലൻസ്ഡ് ആണ്. പിന്നെ എന്തായാലും ആഫ്റ്റർ 6 month കുറച്ച് സോളിഡ് ഫുഡൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അത്ര തന്നെ ഈ ബ്രസ്റ്റ് മിൽക്കിൻ്റെ ആവശ്യം വരുന്നില്ല. ബട്ട് 6 month വരെ എന്തായാലും ബ്രസ്റ്റ് മിൽക്ക് മാത്രം കൊടുക്കാൻ ശ്രദ്ധിക്കാം. പിന്നെ ഇതിൻ്റെ യൂസേജ് വീഡിയോയിൽ കാണുന്ന പോലെ ബ്രസ്റ്റ് പമ്പിൻ്റെ വായുഭാഗത്ത് വെക്കുക, ഇത് പമ്പ് ചെയ്യുക. പമ്പ് ചെയ്യുമ്പോൾ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ആൻഡ് ഹാപ്പി ആയിട്ട് റിലാക്സ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നല്ല വൃത്തിക്ക് ബ്രസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ പമ്പ് ചെയ്യുമ്പോൾ ഒരിക്കലും ഗിൽറ്റി ആവരുത്. പിന്നെ നല്ല പ്രൈവറ്റായിട്ട് ആരും തന്നെ കാണാതെ നല്ല പ്രൈവസിയിൽ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എന്താവും, നല്ല കോൺഫിഡൻ്റ് ആയിട്ട് റിലാക്സ് ആയിട്ട് പമ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ ഫിറ്റിംഗ് കാര്യമൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.